പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ചൂട് പിടിച്ചുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് ഇക്കണോമിക്സ് ആസ്പിരൻസിനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മറ്റ് വിഷയങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ടോസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മൈക്രോ ഇക്കണോമിക്സ് ആണ് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് 4 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത് അല്ലേ? കൺസ്യൂമർ തിയറി, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് വെൽഫെയർ ഇക്കണോമിക്സ്. അപ്പം അതിൽ എല്ലാ ടോപ്പിക്സും സത്യം പറഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ കൺസ്യൂമർ തിയറിയിലോട്ട് വരുമ്പം ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നോക്കുക. അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണല്ലോ. പിന്നെ നമ്മൾക്ക് അതിൽ നോക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റീസ് ആണ്. അത് 3 തരത്തിലാണ്: പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രൂസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു പ്രൈസ് ചേഞ്ചസ്. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. സോ ഇഫ് ദി ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലക്ഷറി ഗുഡ്സ് ആയിരിക്കും, വേർ ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ. ലക്ഷറി ഗുഡ്സിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം ഒരു ചെറിയ ചേഞ്ച് ഇൻ ദ പ്രൈസ് കോസസ് എ ലാർജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പക്ഷേ നെസസിറ്റി ആയിട്ടുള്ള ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ഉപ്പ് അല്ലെങ്കിൽ അരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പം പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ പ്രൈസ് കോസസ് എ വെരി ലെസ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇപ്പം വില കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറവ് ഉപ്പ് മേടിക്കാറില്ല, വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഉപ്പ് മേടിച്ച് വെക്കാറില്ല അല്ലേ? അപ്പം അതാണ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഡിമാൻഡ് കർവ് ഈസ് മോർ ഇലാസ്റ്റിക്. കൂടുതലായിട്ട് ഇലാസ്റ്റിക് ആവുന്നത് എപ്പോഴാണ്? വെൻ ദ ഗുഡ്സ് ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ. ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഇൻകം. അപ്പം ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഗുഡ്സ് കൂടുതലായിട്ട് മേടിക്കും. പക്ഷേ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? കുറവേ മേടിക്കില്ല. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഗുഡ്സ്. അപ്പം നമ്മളുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി പ്രിഫർ ടു ബൈ ബ്രാൻഡഡ് ഗുഡ്സ്. പിന്നെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും എന്ത് മേടിക്കും? ലക്ഷറീസ് ഗുഡ്സ് നമ്മൾ കൂടുതലായിട്ട് മേടിക്കാൻ തുടങ്ങും. പക്ഷെ നെസസിറ്റി ഗുഡ്സിന്റെ കേസിൽ ഇൻകം കൂടിക്കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും നടുക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നോക്കാം. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് എക്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൈ. അതായത് വേറൊരു പ്രോഡക്റ്റിന്റെ വില കൂടുകയോ കുറയുകയോ ഉള്ളത് കാരണം മറ്റൊരു പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചേഞ്ച് ആവുന്നത്. സോ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫോർ കോംപ്ലിമെന്റ്സ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0. ഓക്കെ. ഇനി ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ പ്രൈസ് കട്ട് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റവന്യൂ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു വില കുറച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ ഒരു ചെറിയ പ്രൈസ് ഹൈക്കിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ റവന്യൂ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം എന്താ? ഇൻഇലാസ്റ്റിക്കിന്റെ കേസിൽ വില കൂടിയാലും കുറഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ മാറ്റം വരാറില്ല. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് yield സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമേഴ്സ്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ആണ്. അതിന്റെ പ്രധാന കാരണം അതിന്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം എന്താ? ഒരു സാധനം പ്രോഡക്റ്റിന്റെ കൺസംഷൻ കൂട്ടുമ്പോൾ മറ്റ് പ്രോഡക്റ്റിന്റെ കൺസംഷൻ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇൻഡിഫറൻസ് കർവ് നെവർ എവർ ഇന്റർസെക്ട് ഈച്ച് അതർ. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഹയർ വിൽ ബി ദ സാറ്റിസ്ഫാക്ഷൻ. അപ്പം പിന്നെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ ലൈൻ വിച്ച് ഷോസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു ക്യാൻ ബൈ യൂസിങ് യുവർ അവൈലബിൾ ഇൻകം. ഓക്കെ. അപ്പം ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എക്സ് പ്ലസ് ക്വാണ്ടിറ്റി പ്ലസ് പ്രൈസ് ഓഫ് എക്സ് ടൈംസ് ക്വാണ്ടിറ്റി ഓഫ് വൈ.
അപ്പം എക്സ് ക്വാണ്ടിറ്റി ടൈംസ് ദ പ്രൈസ് ഓഫ് എക്സ് പ്ലസ് വൈ ഗുഡ് വൈ ടൈംസ് ദ പ്രൈസ് ഓഫ് വൈ. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് പി എക്സ് ബൈ മൈനസ് വൈ. ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ അപ്പം നമ്മളുടെ ഇൻകം ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഗുഡ് എക്സ് പ്ലസ് ഗുഡ് വൈ. അപ്പം അതാണ് നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ. ഇനി ഇക്വിലിബ്രിയം കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? എം ആർ എസ് എക്സ് വൈ ഷുഡ് ബി ഈക്വൽ ടു പി ഓഫ് എക്സ് ബൈ പി ഓഫ് വൈ. അത് എപ്പോഴും എന്തായിരിക്കണം? അത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിത്തിൻ ദ അവൈലബിൾ ബഡ്ജറ്റ് കൺസ്യൂമർ ക്യാൻ അറ്റൈൻ ഹയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്സ് ആണ്. അത് പ്രധാനമായിട്ടും കൊണ്ടുവന്ന രണ്ട് ആൾക്കാരെ എപ്പോഴും നോക്കണം, സ്ലഗ്സ്കി ആൻഡ് ഹിഗ്സ്. പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് വെനെവർ ഇപ്പോൾ ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ നമുക്ക് കുറവെടുക്കാം. അങ്ങനെ വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും അല്ലേ? അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും, രണ്ട് ഇൻകം ഇഫക്റ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഒരു ഗുഡ് എക്സിന്റെ വില കുറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഗുഡ് വൈ മാറ്റിയിട്ട് അവർ ഗുഡ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ അത് കൂടുതലായിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കും. പിന്നെ ഒരു ഗുഡ് എക്സിന്റെ വില കുറയുമ്പോൾ നമ്മളുടെ പർച്ചേസിംഗ് പവർ കൂടും. അപ്പോൾ നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൂടുതലായിട്ട് ഗുഡ് എക്സ് മേടിക്കാനായിട്ട് സാധിക്കും. അതാണ് പ്രൈസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് നോക്കാനുള്ളത് ഈ പ്രൈസ് ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഡിഫറെന്റ് ഗുഡ്സിന്റെ കേസിൽ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളതാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്. പോസിറ്റീവ് പ്രൈസ് ഇഫക്റ്റും നെഗറ്റീവ് പ്രൈസ് ഇഫക്റ്റും. പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസും ക്വാണ്ടിറ്റിയും ഒരേ ഡിറക്ഷനിലോട്ട് പോവുക. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയുക. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വില കൂടുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ രണ്ട് വേരിയബിൾസും ഒരേ സൈഡിലോട്ട് സഞ്ചരിക്കും. ഓക്കെ, ഇനി ഇൻകം ഇഫക്റ്റും എന്താണെന്ന് നോക്കാം. ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ റിയൽ ഇൻകം കൂടുന്നു. അങ്ങനെ അത് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? they could able to purchase more goods. അപ്പം അവിടെ രണ്ട് തരത്തിൽ വരാം. ഇൻകം ഇഫക്റ്റ് പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഇൻകം ഇഫക്റ്റ് എയ്തർ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് കുറയുമ്പോൾ ഇൻകം ഇഫക്റ്റ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്ന സിറ്റുവേഷൻ, അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താ? പ്രൈസ് കുറയുമ്പോൾ ഇൻകം ഇഫക്റ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾക്കിനി അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. If a consumer purchases more of the commodity following by an increase in real income, then what will happen? Income effect is said to be positive. ഇപ്പോൾ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? റിയൽ ഇൻകം വർദ്ധിച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അപ്പൊ അവിടെ നമ്മൾക്ക് പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ്. ശ്രദ്ധിക്കുക, വില കുറഞ്ഞു, റിയൽ ഇൻകം കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അപ്പൊ റിയൽ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണ്. ഇനി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? വില കുറയുന്നു, റിയൽ ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ റിയൽ ഇൻകവും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പം ഇൻകം ഇഫക്റ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന്റെ കേസിൽ എല്ലാ പ്രോഡക്ട്സിനും പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. കാരണം വില കുറയുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, അപ്പൊ അത് എല്ലാ പ്രോഡക്ട്സും, അതായത് ഇൻഫീരിയർ ആയിക്കോട്ടെ, നെസസിറ്റി ആയിക്കോട്ടെ, ഗിഫൺ ആയിക്കോട്ടെ, ലക്ഷറി ആയിക്കോട്ടെ, എല്ലാറ്റിന്റെയും കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി നോർമൽ ഗുഡ് എടുക്കാം. നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഇൻകം ഇഫക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? വില കുറയുന്നു, ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും എന്താണ്? പോസിറ്റീവ് ആണ്. വില കുറയുന്നു, ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഇനി നോൺ ഗിഫൺ ഗുഡ് അഥവാ ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ നോക്കാം. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ എന്ത് വരുന്നു? പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് ആണ്. വില കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. വില കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ശ്രദ്ധിക്കണം, ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. അതായത് വില കുറയുന്നു, റിയൽ ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇവിടെ വില കുറഞ്ഞു, ഇൻകം കൂടി, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. പക്ഷെ
കുറയുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അപ്പം ഇൻഫീരിയർ ഗുഡിന്റെ കേസിൽ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഔട്ട്വെയ്സ് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. അതുകൊണ്ടാണ് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാം. ഇനി ഗിഫൺ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഇഫക്റ്റ് പോസിറ്റീവ് ആണ്. അതായത് വില കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അതിന് പ്രധാന കാരണം എന്താ? ഇൻകം ഇഫക്റ്റ്. ഇവിടെ ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണ്. വില കുറയുന്നു, ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണ്. വില കുറയുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. പക്ഷെ ഗിഫൺ ഗുഡിന്റെ കേസിൽ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻകം ഇഫക്റ്റ് ഔട്ട്വെയ്സ് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻകം ഇഫക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഗിഫൺ ഗുഡിന്റെ കേസിൽ വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറയുന്നത്, പോസിറ്റീവ് പ്രൈസ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. ഇനി കൺസ്യൂമർ സർപ്ലസ് ആൻഡ് കൺസ്യൂമർ വെൽഫെയർ. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഏരിയ എബവ് ദ പ്രൈസ്. അപ്പൊ നമ്മൾ ഏരിയ അണ്ടർ ഡിമാൻഡ് എബവ് ദ പ്രൈസ്. അതായത് നമ്മൾ 10 രൂപ കൊടുക്കേണ്ട ഒരു സാധനത്തിന് നമ്മൾക്ക് 5 രൂപ മാത്രമേ വിലയുള്ളൂ. പക്ഷെ നമ്മൾ 10 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മളുടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് 10 - 5. അതുപോലെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ, കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും. പിന്നെ കുറച്ച് MCQs നോക്കാം. അറ്റ് കൺസ്യൂമർ ഒപ്റ്റിമം വെൻ വിത്ത് ഇന്റീരിയർ സൊല്യൂഷൻ MRS65. അപ്പൊ നമ്മളോട് പറഞ്ഞിരുന്നു കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? MRS65 is equal to PX/PY. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. If cross elasticity between tea and coffee is 0.6, then they are substitutes. Cross elasticity of demand എന്താ പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 0യും കോംപ്ലിമെന്റ്സിന്റെ കേസിൽ അത് ലെസ് ദാൻ 0യും ആണ്. ഫോർ എ നെസസിറ്റി ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്തായിരുന്നു? നെസസിറ്റി ഗുഡ്സിന്റെ കേസിൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അത് പ്രധാനമായിട്ടും നോക്കി വെക്കണം കേട്ടോ. ഇഫ് ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്, എ 10% പ്രൈസ് കട്ട്. ഇലാസ്റ്റിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? 10% നമ്മൾ വില കുറച്ചു കഴിഞ്ഞാൽ there will be a huge increase in the total revenue. പിന്നെ a given good must be. Given good എപ്പോഴും എങ്ങനെയായിരിക്കും? It has strong inferior with larger income effect. Income effect, negative income effect will outweigh positive substitution effect. Okay. ഇനി അടുത്ത യൂണിറ്റ് ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ഇതുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് is fixed. ലോങ് റൺ എന്ന് പറയുന്നത് all the inputs are variable. അപ്പോൾ ഇവിടെ നമ്മൾക്ക് law of variable proportion ഉണ്ട്. Total product rises at an increasing rate and then diminishes and then reaches to the negative marginal returns. അതുപോലെ MP ആദ്യം നമ്മൾ റൈസ് ചെയ്യും, പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യുന്നു. ആവറേജ് പ്രോഡക്ട്സ് അറ്റ് പീക്കിലെത്തും, then എന്ത് പറ്റും? വേർ ആവറേജ് പ്രോഡക്റ്റ് is equal to marginal product. അപ്പോൾ ഇതിന്റെയൊക്കെ ഗ്രാഫ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കാൻ ശ്രമിക്കണം. In the long run all the inputs are variable and long run നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, ഐസോകോണ്ട്. അവിടെ നമ്മൾ എന്ത് പറയുന്നു? ഐസോകോണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമറിന്റെ കേസിലാണെങ്കിൽ ഐസോകോണ്ട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ കേസിലാണ്. അത് നോക്കി വെക്കണം കേട്ടോ. It shows the various combination of two inputs that can produce same level of output. അതും സെയിം ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഹയർ ദ ഐസോകോൺ, ഹയർ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഐസോകോൺ നെവർ എവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതുപോലെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഈ ലോങ് റണ്ണിൽ റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അത് 3 തരത്തിലാണ്: ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് നമ്മൾക്ക് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് is equal to TFC plus TTC. അതുപോലെ മാർജിനൽ കോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യും? ഇറ്റ് കട്ട്സ് AVC and ATC at its minimum. അതും ഒന്ന് നോക്കി വെക്കുക. പിന്നെ U shapes from initially increasing and then diminishing marginal returns. Long run cost എന്ന് പറയുന്നത് it's an envelopes of all the short run average total cost ആണ്. അതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ നോക്കണം, പോസിറ്റീവ് നോക്കണം, ഡിസ്ഇക്കോണമീസ് നോക്കണം. ഓക്കെ. പിന്നെ ഡ്യുവാലിറ്റി ഓഫ് കോസ്റ്റ്, അത് അധികം ചോദിക്കാറില്ല കേട്ടോ. ആവറേജ് പ്രോഡക്റ്റ് ഈസ് മാക്സിമൈസ്ഡ് വെൻ. ആവറേജ് പ്രോഡക്റ്റ് എപ്പോഴും മാക്സിമത്തിൽ എത്തുന്നത് when it is equal to
റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഒരുപാട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ഒരു എൻവലപ്പ് ആണ് എന്ത് പറയുന്നത്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഇനി ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇംപ്ലൈസ് ദാറ്റ് ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. അതേ തന്നെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിലും പറയുന്നത്, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. MC intersects AVC at its maximum. മാർജിനൽ കോസ്റ്റ് എപ്പോഴും എന്താ ചെയ്യുന്നത്, ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ലൈക്ലി ഫ്രം. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇൻഡിവിസിബിലിറ്റീസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം ഈ ഒരു പോർഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ യൂണിറ്റിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ആദ്യത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മൾക്ക് എല്ലാം അറിയാം, പ്രൈസ് ടേക്കേഴ്സ് ആണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ ദ മാർക്കറ്റ് ആണല്ലേ. പിന്നെ ഇവിടെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ എത്താന്ന് പറഞ്ഞാൽ പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഓർ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ലോങ് റണ്ണിൽ പ്രൈസ് എപ്പോഴും എന്തായിരിക്കും, മിനിമത്തിലായിരിക്കും. there is no zero economic profit ആയിരിക്കും. പ്രൊഡക്റ്റീവ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി ഉണ്ടാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമേ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അലോക്കേഷൻ എഫിഷ്യൻസിയും ഉള്ളൂ. ഓക്കെ. ഇനി മൊണോപ്പൊളി. മൊണോപ്പൊളി എന്ന് പറയുന്നത് എന്താ, സിംഗിൾ സെല്ലർ ആണ്, ലാർജ് നമ്പർ ഓഫ് ബാരിയേഴ്സ് ഉണ്ട്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. എപ്പോഴും ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. ഇനി പ്രൈസ് ഫ്രം ദ ഡിമാൻഡ് കർവ് എന്നത് പ്രൈസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ മാർജിനൽ കോസ്റ്റ്. ഓക്കെ. സോ ഇവിടെ എന്ത് സംഭവിക്കുന്ന, ഒരു ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, അതിനാണ് നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, തേർഡ് ഡിഗ്രി ബൈ മാർക്കറ്റ്. ഓക്കെ. സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, അത് നമ്മൾ കൂടുതൽ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വരുന്ന ഒരു ഇത്. മറ്റേത് എന്താ പറയുന്ന, അതായത് പല കൺസ്യൂമേഴ്സിന് പലതരത്തിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കണം. പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മെനി ഫേംസ്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ നടക്കുന്ന ഒരു മാർക്കറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദ കോമ്പിനേഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. പിന്നെ ഇവിടെ ലോങ് റണ്ണിൽ പ്രൈസ് എപ്പോഴും ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ആൻഡ് മിനിമം AC ആണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു AC എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് അവിടെ എക്സസ് കപ്പാസിറ്റി ആണ്. പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ MC ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ എപ്പോഴും എന്തായിരിക്കും, പ്രൈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ നടക്കുന്നതാണ്. അതായത് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് പ്രോഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഒലിഗോപ്പൊളി. ഒലിഗോപ്പൊളിയിൽ എന്ന് വെച്ചാൽ ഫ്യൂ ഫേംസ് ഇൻ ദ മാർക്കറ്റ് ആണ്. ദേ ഹാവ് ദ ലാർജ് ഷെയർ ഓഫ് ദ മാർക്കറ്റ്. അതിൽ നമ്മൾക്ക് കുറെ ഡിയോപ്പൊളീസ് പഠിക്കേണ്ടത്, ടു മാർക്കറ്റ് സിറ്റുവേഷൻസ്, ഒന്ന് കുർനോട്ട്, രണ്ട് ബെർട്രൻഡ്, സ്റ്റാക്കിൾബർഗ്. പിന്നെ അതുപോലെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ കുർനോട്ടിന്റെ കേസിൽ വരുന്നത് രണ്ട് ഫേംസും എന്താണ്, ക്വാണ്ടിറ്റി വെച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബോത്ത് ഓഫ് ദം കുഡ് ഏബിൾ ടു മീറ്റ് 1/3 ഓഫ് ദ മാർക്കറ്റ്. ബെർട്രൻഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്രൈസ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സ്റ്റാക്കിൾബർഗ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ആണ്. അതായത് ഒരു ഫോളോവർ, ഒരു ലീഡർ ഉണ്ടാവും, ബാക്കിയുള്ളവരെല്ലാവരും എന്തായിരിക്കും, ആ ഫേമിന്റെ ഫോളോവേഴ്സ് ആയിരിക്കും. കിങ്ഡ് ഡിമാൻഡ് കർവിൽ പറയുന്നത് പ്രൈസ് റിജിഡിറ്റി ആണ്. ഇപ്പം ഒരു സാധനത്തിന്റെ വില എല്ലാ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഒരു ഫേം വന്നിട്ട് സാധനത്തിന്റെ വില കൂട്ടുകയാണെങ്കിൽ മറ്റ് ഫേംസ് എന്ത് ചെയ്യില്ല, അത് ഫോളോ ചെയ്യില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അയാൾക്ക് കസ്റ്റമേഴ്സിന് ലൂസ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പം ഇവർക്ക് മറ്റ് ഫേംസ് എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നു, അവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സാധനത്തിന്റെ വില കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാ ഫേംസും കുറയ്ക്കും. അപ്പൊ എന്ത് പറ്റുന്നു, മറ്റ് ഫേംസിന് വലിയ ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല. അതായത് വില കുറച്ചെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഇനി ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ലോങ് റൺ പ്രൈസ് ഈക്വൽ ടു, എപ്പോഴും ശ്രദ്ധിക്കണം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ് റൺ പ്രൈസ് എപ്പോഴും ഈക്വൽ ആയിട്ടിരിക്കുന്നത് എന്തിനാണ്, മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെയാണ്. ഇനി അടുത്തത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അത് പറയുന്നത് എന്താണ്, ഇത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് ആണ്. ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൽ വില എപ്പോഴും
മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എപ്പോഴും എന്ത് വരുന്നു, എക്സസ് കപ്പാസിറ്റി ഉണ്ടാവുന്നതാണ്. പിന്നെ അടുത്തത് കിങ്ഡ് ഡിമാൻഡ് കർവ് പ്രെഡിക്ട്സ് പ്രൈസ് റിജിഡിറ്റി. പ്രൈസ് റിജിഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, കിങ്ഡ് ഡിമാൻഡ് കർവിൽ. ഡിമാൻഡ് കർവിന് എപ്പോഴും എന്ത് വരുന്നു, ഒരു കിങ്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ യൂണിറ്റ് വെൽഫെയർ ഇക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാരറ്റോ എഫിഷ്യൻസിയാണ്. പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, നോ വൺ ക്യാൻ ബെറ്റർ ഓഫ് വിതൗട്ട് മേക്കിംഗ് എനിവൺ വേഴ്സ് ഓഫ്. അതായത് ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെറ്റർ ഓഫ് ആക്കാനായിട്ട് സാധിക്കില്ല വിതൗട്ട് മേക്കിംഗ് എനിവൺ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1% വേഴ്സ് ഓഫ്. അപ്പം നമ്മൾ അത്രയും വലിയ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത്. അതിനൊരു ഫസ്റ്റ് വെൽഫെയർ തിയറി ഉണ്ട്, വേർ ദ പാരറ്റോ ഈസ് എഫിഷ്യന്റ്. സെക്കൻഡ് വെൽഫെയർ തിയറി എന്ന് പറയുന്നത് എനി പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ റീഡിസ്ട്രിബ്യൂഷൻ പ്ലസ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഓക്കെ, അതാണ് ഈ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നോക്കാനുള്ളത് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആണ്. എക്സ്റ്റേണാലിറ്റീസ്, തേർഡ് പാർട്ടി എക്സ്റ്റേണാലിറ്റി. അതായത് തേർഡ് പാർട്ടി എക്സ്റ്റേണാലിറ്റി ഉണ്ട്, ഒരു രണ്ട് വേറെ ആൾക്കാരായിരിക്കും ആ ഒരു എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക, പക്ഷെ അതുകൊണ്ട് മറ്റൊരാൾക്കാണ് എന്ത് വരുന്നത്, അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. ഇറ്റ് കുഡ് ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. പിന്നെ വേറൊരു പ്രധാന ഇതെന്ന് പറയുന്നത് പബ്ലിക് ഗുഡ്സ്. അതെപ്പോഴും എന്തായിരിക്കും, നോൺ റൈവൽ ഇൻ ക്യാരക്ടർ ആയിരിക്കും, നോൺ റൈവൽ ആയിരിക്കും, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. നമുക്ക് ആരെയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമ്മൾക്കുള്ളത് അതിൽ അസിമെട്രിക് ഇൻഫർമേഷൻ ആണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, ഇൻഫർമേഷൻ എപ്പോഴും കുറച്ച് മാത്രം, ഒരു പാർട്ടിക്ക് മാത്രം നല്ല ഇൻഫർമേഷൻ ഉണ്ടാവും, മറ്റുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഫോർ ലെമൺ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ആ ഇത് വിൽക്കുന്ന ആൾക്ക് ആ കാർ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും, പക്ഷെ വാങ്ങുന്ന ആൾക്ക് ഉള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ് അസിമെട്രിക്. അതിൽ തന്നെ മോറൽ ഹസാർഡ് പ്രോബ്ലം, സിഗ്നലിംഗ്, സ്ക്രീനിങ്, അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഈ നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ ഗുഡ് ഈസ് ഈക്വൽ ടു പബ്ലിക് ഗുഡ്. അതുപോലെ പിഗോവിയൻ ടാക്സ് ഈക്വൽസ് മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റ് അറ്റ് എഫിഷ്യന്റ് ഔട്ട്പുട്ട് ആണ്. പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ എക്സ്റ്റേണൽ കോസ്റ്റ് അറ്റ് എഫിഷ്യന്റ് ഔട്ട്പുട്ട് ലെവൽ. കോയ്സ് തിയറം നീഡ്സ്, കോയ്സ് തിയറത്തിൽ എന്താ പറയുന്നത്, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ക്ലിയർ റൈറ്റ്സ്. Under first welfare theorem, competitive equilibrium are Pareto efficient. First equilibrium theorem competitive equilibrium എപ്പോഴും എന്തായിരിക്കും, Pareto efficient ആയിരിക്കും. പിന്നെ അടുത്തത് adverse selection problem arises due to hidden information before the contract. കാരണം പല ഇൻഫർമേഷനും എന്തായിരിക്കും, മറച്ചു വെച്ചതായിരിക്കും, അവരൊരിക്കലും അതങ്ങ് പ്രോപ്പർ ആയിട്ട് റിവീൽ ചെയ്യില്ല. At consumer equilibrium MRS is equal to PX by PY. അത് നമ്മൾ നോക്കിയതാണ്. Which of the following is not an assumption of private perfect competition? അപ്പം large number of buyers and sellers അതിന്റെ assumption ആണ്, homogeneous ആണ്, free entry and exit ആണ്, പക്ഷെ price discrimination അല്ല. price discrimination എന്ന് പറയുന്നത് എന്തിന്റെ ഇതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം. അത് monopoly ആണോ monopolistic competition ആണോ നോക്കുക. price discrimination എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, monopoly ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, കിങ്ഡ് ഡിമാൻഡ് കർവ് എപ്പോഴും എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, പ്രൈസ് റിജിഡിറ്റി. ഇൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ലോങ് റൺ ഇക്വിലിബ്രിയം ലീഡ്സ് ടു എക്സസ് കപ്പാസിറ്റി. എക്സസ് കപ്പാസിറ്റിയിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, പിഗോവിയൻ ടാക്സ് ഇസ് ഡിസൈൻഡ് ടു കറക്റ്റ് ദ എക്സ്റ്റേണാലിറ്റീസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, മാക്രോ ഇക്കണോമിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തിന്റെ GDP, GNP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നോമിനൽ വേഴ്സസ് റിയൽ, GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് നോക്കുക. നോമിനൽ GDP എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ GDP at current prices. റിയൽ GDP എന്ന് പറയുന്നത് എന്താ, GDP at constant prices. പിന്നെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP into 100. പിന്നെ GDP at expenditure മെത്തേഡ് എന്ന് പറയുന്നത് C+I+G+NX ആണ്. പിന്നെ അതിൽ നോക്കുന്നത് GDP ഡിഫ്ലേറ്റർ അതിന്റെ ഒരു MCQ നോക്കുകയാണെങ്കിൽ നോമിനൽ ഡിവൈഡഡ് ബൈ റിയൽ into 100. പിന്നെ NNP at ഫാക്ടർ കോസ്റ്റ്, അതാണ് നമ്മളുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ
ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതുപോലെ NNP at മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റിലെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ISLM. IS എന്ന് പറയുന്നത് എന്താണ്? വേരിയസ് കോമ്പിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻകം ദാറ്റ് ഇക്വേറ്റ് മണി ഗുഡ്സ് മാർക്കറ്റ് ഇൻ ഇക്വിലിബ്രിയം അല്ലേ. അപ്പം എപ്പോഴും IS കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ദ ഇൻവെസ്റ്റ്മെന്റ്. ഇഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലോവർ ഇൻകം വിൽ ബി ലോവർ. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻകം കുറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? IS കർവ് എപ്പോഴും ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരുന്നത്. ഇനി LM കർവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടുന്നു. ഡിമാൻഡ് ഫോർ മണി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻകം അത് പിന്നെ വീണ്ടും അതൊരു ഇഫക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ എന്താ വരുന്നത്? ഒരു പോസിറ്റീവ് കണക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പോളിസി, ഫിസിക്കൽ പോളിസി എപ്പോഴും IS കർവിനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. മോണിറ്ററി പോളിസി എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുന്നത് LM കർവിനെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ IS സ്ലോപ്പ് ഇതാക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻവെസ്റ്റ്മെന്റ് റെസ്പോൺസീവ്നെസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ചസ് ടു ഇൻവെസ്റ്റ്മെന്റ് ടു ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതാണ് അതും മൾട്ടിപ്ലയറും ആണ് ISന്റെ സ്ലോപ്പിന് എഫക്ട് ചെയ്യുന്നത്. LMന്റെ സ്ലോപ്പിന് ഇതാക്കുന്നത് എന്താണ്? മണി സപ്ലൈയും അതായത് മോണിറ്ററി പോളിസിന്റെ എഫക്റ്റ് ആണ്. അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ഷിഫ്റ്റ് ഇൻ ദി IS and LM. അപ്പം ISന്റെ ഷിഫ്റ്റ് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിക്രീസ് ഇൻ ടാക്സസ്. ടാക്സസ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? IS ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ട്? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രധാനമായിട്ടും അതിന്റെ ഷിഫ്റ്റും ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്സ് മേക്ക് ദ LM കർവ് ഹൊറിസോണ്ടൽ അറ്റ് ദ ലോ റേറ്റ്സ്. ലിക്വിഡിറ്റി ട്രാപ്പ് കാരണമാണ് എന്ത് വരുന്നത്? LM കർവ് അവിടെ ഒരു ഹൊറിസോണ്ടൽ ഷേപ്പിലോട്ട് വരുന്നത്. അപ്പം LM കർവിന് നമ്മൾക്ക് 3 ഷേപ്സ് ആണുള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ ആയിരിക്കും, പിന്നൊരെണ്ണം അപ്വേർഡ് സ്ലോപ്പിംഗ്, പിന്നൊരെണ്ണം എന്ത് വരുന്നു? വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറയുന്നതാണ് ക്ലാസിക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കൽ എക്സ്പാൻഷൻ ഷിഫ്റ്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ IS കർവ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു രേഖ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇൻകത്തിൽ വർധനവ് വരുന്നു. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? IS കർവ് വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ്. ഇനി ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും എന്തായിരിക്കും? വെർട്ടിക്കൽ അറ്റ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്. കാരണം അതിനപ്പുറത്തോട്ട് നമ്മൾക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഫിലിപ്സ് കർവ് ആണ്. ഇപ്പം ഇൻഫ്ലേഷൻ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിമാൻഡ് പുൾ ഉണ്ട്, കോസ്റ്റ് പുഷ് ഉണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻഫ്ലേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷൂ ലെതർ കോസ്റ്റ്, മെനു കോസ്റ്റ്, റീഡിസ്ട്രിബ്യൂഷൻ, അൺസർട്ടനിറ്റി എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷോസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അത് ഷോർട്ട് റണ്ണിലാണ് നമ്മൾക്ക് ആ ട്രേഡ് ഓഫ് നടക്കുന്നത്. പക്ഷെ ലോങ് റണ്ണിലോട്ട് വരുമ്പോൾ എന്ത് പറ്റുന്നു? അത് വെർട്ടിക്കൽ ഇൻ നേച്ചർ ആണ്. അതിന്റെ പ്രധാന കാരണം ആൾക്കാർക്ക് മനസ്സിലാവും, ലോങ് റണ്ണിലോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും വാട്ട് എവർ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദ പ്രൈസ് ആർ നോട്ട് സഫീഷ്യന്റ്. അതായത് ഇൻകത്തിൽ വില മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിക്കും? എന്ത് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് മതിയാവാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർ എന്ത് സംഭവിക്കും? ദേ വിൽ ആസ്ക് ഫോർ ഹയർ ഇൻകം. അങ്ങനെ ഹയർ ഇൻകം വേണമെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ദേ ടെൻഡ് ടു റിഡ്യൂസ് ദ വർക്ക് അല്ലെങ്കിൽ ലേബർ പവർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഇൻകം കിട്ടാതെ വരുമ്പോൾ വി ടെൻഡ് ടു റിഡ്യൂസ് ദി ഡിമാൻഡ് ഫോർ സപ്ലൈ ഓഫ് ലേബർ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതലായിട്ടും അൺഎംപ്ലോയ്മെന്റ് വിൽ ഗോ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ബിസിനസ് സൈക്കിളിലോട്ട് വരുമ്പോൾ 4 ഫേസസ് ആണ് ഉള്ളത്. എക്സ്പാൻഷൻ, പീക്ക്, റിസഷൻ, ട്രഫ് ആൻഡ് റിക്കവറി. ഇപ്പം നമ്മൾ 2 വ്യൂസ് നമ്മൾ നോക്കുവാണെങ്കിൽ കീനീഷ്യൻ വ്യൂ ഉണ്ട്, മോണിറ്ററിസ്റ്റ് വ്യൂ ഉണ്ട്. കീനീഷ്യൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഷോക്ക് ആണ്. അതുപോലെ അവരെപ്പോഴും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഫിസിക്കൽ പോളിസിക്കാണ്. മോണിറ്ററിസം, മിൽട്ടൺ
എപ്പോഴും നോക്കിയിരിക്കുക. RBC is connected to technology and productivity shock. ഓപ്പൺ ഇക്കോണമി മാക്രോയിൽ വരുമ്പോൾ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്, അവിടെ നമ്മൾ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ട്, ഡബിൾ എൻട്രി, പിന്നെ അതുപോലെ തന്നെ മുണ്ടൽ ഫ്ലിപ്പിംഗ് മോഡൽ അത്രയും പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അതായത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് വരുന്നത്. പിന്നെ ഫിസിക്കൽ പോളിസി, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ മോണിറ്ററി പോളിസി എപ്പോഴും ഇൻഇഫക്റ്റീവ് ആയിരിക്കും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ ഫിസിക്കൽ പോളിസിയാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മോണിറ്ററി പോളിസി എഫക്റ്റീവും ഫിസിക്കൽ പോളിസി അത് പാർഷ്യലിയേ ഉള്ളൂ. Okay, so under flexible rates with perfect mobility, monetary expansion leads to currency depreciation and that will helps in increasing the income. ഇനി current account surplus എന്ന് പറഞ്ഞാൽ എന്താണ്? Net export of goods and surplus in services and income. National income at factor cost is obtained from GDP at market price by national income at factor cost. അതായത് NNP at factor cost എന്ന് പറയുന്നത് GDP at market price minus indirect tax plus subsidies. In ISLM, liquidity trap leads to a horizontal LM curve. Long run Phillips curve എപ്പോഴും എന്താണ്? Vertical ആയിരിക്കും. Short run Phillips curve എപ്പോഴും എന്തായിരിക്കും? ഒരു downward sloping curve ആയിരിക്കും. According to Mundell-Fleming model, under fixed exchange rate, fiscal policy എപ്പോഴും effective ആയിരിക്കും, monetary policy എപ്പോഴും ineffective ആയിരിക്കും. Stagflation refers to high inflation and high unemployment. Okay, ഇത്രയാണ് നമ്മൾക്ക് മാക്രോ ഇക്കണോമിക്സ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ് നോക്കുക, ഡിസ്പേർഷൻ, റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സിഗ്മ x bar. Skewness and kurtosis, it shows that how much the data is skewed. Kurtosis കാണിക്കുന്നത് എന്താണ്? മെസോ ആണോ, പ്ലെറ്റോ ആണോ, ലെപ്റ്റോക്രാറ്റിക് ആണോ എന്നുള്ളതാണ് കാണിക്കുന്നത്. കോറിലേഷൻ എപ്പോഴും വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 and +1. സിമ്പിൾ OLS എന്ന് പറയുന്നത് y is equal to alpha plus beta x plus e. കോറിലേഷൻ റിഗ്രഷനിലേക്ക് പ്രധാനപ്പെട്ട അസംപ്ഷൻ എന്ന് പറയുന്നത് ലീനിയാരിറ്റി, ഹോമോസ്കിലാസിറ്റി, no autocorrelation, normality, no multicollinearity, etc. പിന്നെ ബീറ്റ എപ്പോഴും മാർജിനൽ എഫക്റ്റിനെ കാണിക്കുന്നു. ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് രണ്ട് തിയറീസ് ആണുള്ളത്, അഡീഷൻ തിയറം ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. അതിൽ പ്രധാനമായിട്ട് നോക്കുക പി ഓഫ് എ ബാർ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ബി ബൈ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് ബി. പിന്നെ ബേസ് തിയറം പി ഓഫ് എ ബാർ ബി എ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് ബി എ ബി ബൈ എ ടൈംസ് പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയലിലാണെങ്കിൽ അതിന്റെ ഇതെന്ന് പറയുന്നത് എൻ പി ആണ്, വേരിയൻസും മീനും. പോസോൺ ആണെങ്കിൽ ഇത് പോസോൺ, ഇത് നോർമൽ ആണെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. ഹൈപ്പോത്തസിസിലോട്ട് വരുമ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഫോൾസ് നെഗറ്റീവ് ആണ്, ടൈപ്പ് 2 എന്ന് പറയുന്നതാണ് ഫോൾസ് പോസിറ്റീവ്. അതായത് ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? വി ആർ റിജക്ടിങ് എ നൾ ഹൈപ്പോത്തസിസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ടൈപ്പ് 2 എന്ന് പറയുന്നത് വി ആർ അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അപ്പൊ അത് തിരിച്ചാണ് വരുന്നത്. പിന്നെ വൺ ടൈൽ ആൻഡ് ടു ടൈൽ ടെസ്റ്റ്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ്, ലാഗ് പെയർസ് അത് ബേസ് വെയിറ്റ് ആണ് കൊടുക്കുന്നത്, പാർഷ്യൽ കറന്റ് വെയിറ്റ് ആണ്, ഫിഷേഴ്സ് ആണ് ഐഡിയൽ ഇൻഡെക്സ്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലാഗ് പെയർ ആൻഡ് പാർഷ്യൽ ഇൻഡെക്സ്. പിന്നെ നമുക്ക് സോഴ്സസ് ഓഫ് ഓട്ടോ കോറിലേഷൻ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒമിറ്റഡ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ, മിസ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ മോഡൽ, ഇന്റർപൊലേഷൻ ഓഫ് ദ ഒബ്സർവേഷൻസ് ആൻഡ് മിസ് സ്പെസിഫിക്കേഷൻ ഓഫ് യു. അതിന്റെ പ്രധാന കോൺസിക്വൻസസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ്സ് ആർ ലൈക്ലി ടു ഹാവ് ലാർജർ വേരിയൻസ്, variance of u is likely to be underestimated when there is positive autocorrelation, prediction would be inefficient. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. The test to detect autocorrelation is a graphical method, Durbin-Watson, Brouch-Godfrey test, Durbin-H test, Engels-Arch test and F test. Multicollinearity എന്ന് പറയുന്നത് അതിന്റെ പലതരത്തിലുണ്ട്. പെർഫെക്റ്റ് മൾട്ടിക്കൊളിനിയാരിറ്റി, അതായത് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് ഹൈലി കണക്റ്റഡ് ആയിട്ട് കിടക്കുക. അത് പിന്നെ അടുത്തത് ലെസ് ദാൻ പ്രിൻസിപ്പിൾ, അത്രയില്ല എന്നാൽ
ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എസ്റ്റിമേറ്റ്സ് ഓഫ് ദ കോഎഫിഷ്യൻസ് ആർ ബിക്കം ഇൻഡിറ്റർമിനേറ്റ്, സ്റ്റാൻഡേർഡ് എറേഴ്സ് ഓഫ് ദ എസ്റ്റിമേറ്റ്സ് ബിക്കം ലാർജ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഡിറ്റക്ട് ദ മൾട്ടിക്കൊളിനിയാരിറ്റി ത്രൂ ചെക്കിംഗ് ദ ഹൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ വാല്യൂ നോക്കുക, അത് കൂടുതലാണെങ്കിൽ മൾട്ടിക്കൊളിനിയാരിറ്റി ഉണ്ട്. ഹൈ പെയർ വൈസ് കോറിലേഷൻ, പെയർ കോറിലേഷൻ if it is greater than 0.5 then there is a presence of multicollinearity. പാർഷ്യൽ കോറിലേഷൻ റൺ ചെയ്ത് നോക്കുക, ഓക്സിലിയറി റിഗ്രഷൻ റൺ ചെയ്ത് നോക്കുക, ഫൈൻഡ് ഈഗൻ വാല്യൂ ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ് ആൻഡ് ദെൻ കാൽക്കുലേറ്റ് ദ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് അറിയാൻ പറ്റും? ഇഫ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് മൾട്ടിക്കൊളിനിയാരിറ്റി ഇൻ ദ റിഗ്രഷൻ. ഇനി ഹയർ ദ VIF ആണെങ്കിൽ എന്ത് പറ്റുന്നു? മൾട്ടിക്കൊളിനിയാരിറ്റി ഈസ് പ്രസന്റ്. ഇഫ് ദ VIS ഈസ് മോർ ദാൻ 10, VIF വാല്യൂ വേരിയൻസ് ഇൻഫ്ലേറ്ററി ഫാക്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമ്മൾക്ക് there is a need to check for multicollinearity. Okay, ഇനി ടോളറൻസ്. ടോളറൻസ് എന്ന് പറയുന്നത് 1 മൈനസ് ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 1/VIF ചെയ്യാം. ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫ്രിസ്റ്റ് കോൺഫ്ലുവൻസ് ടെസ്റ്റ്. ശ്രദ്ധിച്ചു വെക്കുക, ഫ്രിസ്റ്റ് കോൺഫ്ലുവൻസ് ടെസ്റ്റ്, ക്ലെയിം ടെസ്റ്റ്, ഫെറാർ ഗോൾഡ്ബർഗ് ടെസ്റ്റ്, ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ടെസ്റ്റ്. അതിന്റെ റെമഡിയൽ മെഷേഴ്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. എക്സ്ക്ലൂഡ് ദോസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, incorporating extraneous quantitative information, increase the sample size, substitution of lagged variables, introduction of additional equations, applying principal components. ഇനി ഹെറ്ററോസ്കെഡാസിറ്റി ആണെങ്കിൽ എന്താണ്? വിത്തിൻ വാല്യൂവിനുള്ളിൽ ഹൈ വേരിയബിലിറ്റി വരുന്നതിനാണ് ഹെറ്ററോസ്കെഡാസിറ്റി എന്ന് പറയുന്നത്. അതായത് എറർ ടേമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാതിരിക്കുക. അത് ഈക്വൽ വേരിയൻസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? ഹോമോസ്കെഡാസിറ്റി എന്ന് പറയുന്നു. ഇവിടെ വേരിയൻസ് ഈക്വൽ അല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോർമുല ഫോർ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് കോൺഫിഡൻസ് ഇന്റർവെൽ ബിക്കം ഇൻവാലിഡ്, എസ്റ്റിമേറ്റ്സ് ഡു നോട്ട് സാറ്റിസ്ഫൈ മിനിമം വേരിയൻസ് പ്രോപ്പർട്ടി, പ്രെഡിക്ഷൻ വുഡ് ബി ഇൻഎഫിഷ്യന്റ്. അപ്പൊ അതിന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ടെസ്റ്റ്, പാർക്ക് ടെസ്റ്റ്, ക്ലെഞ്ചർ ടെസ്റ്റ്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഗോൾഫ്ലെറ്റ് ക്വാൺ ടെസ്റ്റ്, ബ്രൂയിഷ് പേഗൻ ഗോഡ്ഫ്രെ ടെസ്റ്റ്. ഇനി ഇപ്പൊ ഇത്രയും ടെസ്റ്റുകളൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ CV is used to compare relative variability across series ആണ്. ഇനോഎൽഎസ് എക്സോജനിറ്റി മീൻസ്, എക്സോജനിറ്റി എന്ന് പറയുന്നത് E of E by X ആണ്. പോയ്സൺ മീൻസ്, പോയ്സൺ മീൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ഈക്വൽ ടു വേരിയൻസ് ആണ്. റിജക്റ്റിംഗ് എ ട്രൂ H നോട്ട് is equal to type 1 എറർ. ടൈപ്പ് 2 എറർ എന്താണ്? accepting a false H note, അതാണ് ടൈപ്പ് 2 എറർ. ഫിഷേഴ്സ് ഇൻഡെക്സ് is a combination geometric mean of last pairs and partial. ഇത്രയാണ് നമ്മൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇനി ബാക്കി വരുന്ന യൂണിറ്റ്സുകളും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ വീഡിയോ, ഇതിൽ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ആദ്യത്തെ കുറെ യൂണിറ്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ ഇന്റൻസീവ് ആയിട്ട് മറ്റ് യൂണിറ്റുകളും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടോസ് അക്കാദമി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എക്സാമിന് ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.